യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 182 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദാവീദ് ഗോലിയാത്തിന് മുമ്പിൽ ചെല്ലുന്നു. ശൗലിന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു. എന്നാൽ അവൻ നടക്കാൻ പറ്റിയില്ല, അത്ര ഭാരവും വലിയതായിരുന്നു. ദാവീദ് പറഞ്ഞു, എനിക്ക് ഇത് ശീലമില്ല, എനിക്ക് ശീലമുള്ളത് വേറൊരു പദ്ധതിയാന്ന് പറഞ്ഞു. ഇനിയും നമ്മൾ മറ്റുള്ളവരുടെ ശുശ്രൂഷ കവർന്നെടുത്ത് ആ നിലവാരത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷയിലെ പരാജയപ്പെടുകയുള്ളൂ. നമ്മുടെ ആയുധം മതി, നമുക്ക് നിരിക്കുന്ന ശുശ്രൂഷ മതി, അതിലൂടെ ദൈവം പ്രവർത്തിക്കുമെന്ന്. ഇനിയും തൻ്റെ ആയുധത്തിൻ്റെ പേരെന്ന് പറയുന്നു. ഒന്ന്, ഒരു വടി, തോട്ടിലെ മിനുസമുള്ള 5 കല്ല്, മൂന്നാമത്തേത് ഒരിഴയ സഞ്ചി, 4 കവണ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരാട്ടിടയന്റെ വേഷത്തിലെ ആട്ടിടയന്റെ സഞ്ചിയും വടിയും ആ യൂണിഫോമിലാണ് നേരെ അങ്ങോട്ട് ചെല്ലുന്നത്. ഈ വരവ് കണ്ടപ്പോഴേ ഗോലിയാത്ത് പൊട്ടിച്ചിരിച്ചു കാണും. ഗോലിയാത്ത് ചോദിക്കുന്നു, ഞാന് നായാണോ നീ വടിയുമായിട്ടൊക്കെ വരാൻ? പക്ഷേ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. ഗോലിയാത്ത് ഒരു കാര്യം ചെയ്തു, അവന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ആളിനെ ശപിച്ചു. എന്നാൽ നമ്മുടെ ദാവീദ് നോക്കിക്കേ, നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. അടുത്ത പ്രയോഗം, നിന്റെ തല ഇന്ന് ഛേദിക്കും, നിന്റെ ശവം ആകാശത്തിലെ പക്ഷികൾക്ക് കൊടുക്കും. 1 ശമൂവേൽ 17:49. എനിക്ക് തോന്നുന്നത് ഗോലിയാത്ത് ഒന്നുകൂടെ പൊട്ടിച്ചിരിച്ചു കാണും. ഈ മണ്ടൻ എന്താ വർത്താനം പറയുന്നത്? ഇവൻ ഒന്നുകിൽ ലക്കില്ലാതെ പറയുമായിരിക്കാം. ഇനി അധികം താമസിച്ചില്ലെന്നേ ദാവീദ് ഒരു കാര്യം ചെയ്തു. ദാവീദ് പോയത് സൈന്യങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ. അതാണ് ഏറ്റവും പവർ ഉള്ളത്. അവന്റെ കവണയിൽ അവൻ കല്ല് വെച്ചു, അവൻ ആഞ്ഞു വീശി, നല്ലപോലെ വീശി. നല്ല സ്പീഡായപ്പോൾ അവൻ ആഞ്ഞെറിഞ്ഞു. ഏറുകൊണ്ടതേ അവന്റെ നെറ്റിമേൽ ഏറുകൊണ്ടു. എന്നിട്ട് നോക്കിക്കോണം, ഒരുത്തൻ അവന്റെ മുമ്പിൽ നിന്ന് കല്ലെടുത്ത് അവന്റെ നെറ്റിയെ തട്ടുമ്പോൾ തീർച്ചയായിട്ടും അവൻ പുറകോട്ട് പോകണമായിരുന്നു. എന്നാൽ എനിക്കത് ഇതിനൊരു സന്ദേശമുള്ളത്, ഇവന്റെ പുറകിൽ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതൻ സന്നിഹിതരായിരുന്നു. അതുകൊണ്ട് ഇവന്റെ ഏറും പുറകിലുള്ളതായ ദൂതന്മാരുടെ, എൻ്റെ ചിന്താഗതിയാണ്, അവിടെ ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ല, മുമ്പോട്ട് തള്ളിക്കാണും എന്നാണ് എൻ്റെ ചിന്ത. ദാവീദ് അവന്റെ നെഞ്ചത്തേറി ഒരു നൃത്തം ചെയ്ത് കാണും. ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ഈ മല്ലന്റെ ആ വാളഞ്ഞെടുത്തു.
അവന്റെ കഴുത്ത് മുറിച്ചു. ആ കഴുത്ത് മുറിച്ചിട്ട് അവന്റെ തലയെടുത്തു. നേരെ രാജകൊട്ടാരത്തെ ലക്ഷ്യമാക്കി അവൻ ചെല്ലുന്നു. ഇനിയും ഇവൻ ഈ തലയുമായിട്ട് വരുമ്പോൾ ചേട്ടന്മാരായിരിക്കുന്ന 3 പട്ടാളക്കാരെ മാറി നിന്ന് കാണും. നാണക്കേടായി, നമുക്ക് അബദ്ധം പറ്റിപ്പോയി, വേണ്ട ദാവീദെ ആ മല്ലനെ കൊന്നിരിക്കുന്നു, മാറിക്കളഞ്ഞു കാണും. നേരെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്ന ദാവീദിനെ ഒന്ന് നോക്കുക. ശൗല് കണ്ടപ്പോൾ സേനാപതിയായ അബ്നേരോട് ചോദിച്ചു, ഈ ബാല്യക്കാരൻ ആരുടെ മകൻ? അബ്നേര് പറയുന്നു, യജമാനനെ, എനിക്ക് ഒരു പിടിയുമില്ല. അടുത്തത് ശൗല് ഇവനോട് ചോദിക്കുന്നു, നീ ആരുടെ മകൻ? ഇപ്പളാ അഡ്രസ് ചോദിക്കുന്നത്. അതിനു മുമ്പേ അഡ്രസ് ചോദിച്ചില്ല, ഒരു വാക്ക് പോലും ചോദിച്ചില്ല. ബാല്യക്കാരെന്ന് മാത്രമാണ് പറഞ്ഞത്. ഒരു വൻ വിജയം നടത്തിയപ്പോൾ ശൗലിന്റെ ചോദ്യം, ബാല്യക്കാര, നീ ആരുടെ മകൻ? 1 ശമൂവേൽ 15:58 ഇപ്രകാരം പറയുന്നു, ബേത്ലഹേമ്യനായിരിക്കുന്ന യിശ്ശായിയുടെ മകൻ ദാവീദ് ഞാനാകുന്നു. എന്നാലും അവന്റെ സഹോദരന്മാർ ഓടി വരാമായിരുന്നല്ലോ, വന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ വലിയൊരു അസൂയ കയറിയിരുന്നു. ഇവരിൽ 3 പേരിൽ ആരെങ്കിലും രാജാവായിരിക്കുമെന്ന് ചിന്ത പരാജയപ്പെട്ടതോടുകൂടി ദാവീദിനോടുള്ള ആ സ്നേഹം ഇവരും മാറി. ആരും അവനെ പറ്റി ചേർന്നില്ലെങ്കിലും 1 ശമൂവേൽ 18 വാക്യം വായിക്കുമ്പോൾ ശൗലിന്റെ മകനായ യോനാഥാന്റെ മനസ്സ് അവനോട് പറ്റിച്ചേർന്നു. സഹോദരങ്ങളെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ മാറിപ്പോകും. പ്രതീക്ഷിക്കാത്ത നല്ല ആളുകൾ സ്നേഹത്തോടെ ആലിംഗനം ചെയ്യും. നീ വിജയിച്ചാൽ, വിശേഷവേല വിജയിച്ചാൽ പ്രതീക്ഷിക്കുന്നവരൊക്കെ മാറിപ്പോകും. പ്രതീക്ഷിക്കാത്തവർ നിന്നോട് കൂടെ വരും. അടുത്ത പറയുന്നത്, യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. നാം വിശ്വസ്തയോടുകൂടെ നിന്നാൽ, സത്യത്തിന് വേണ്ടി നിന്നാൽ നമ്മളെ മാനിക്കും. നമ്മുടെ അസൂയുള്ളവർ മാറിപ്പോകട്ടെ, സത്യസന്ധയോട് നിന്ന് കഴിഞ്ഞാൽ ദൈവവും നമ്മളെ മാനിക്കും എന്ന് പറഞ്ഞൊരു താൽക്കാലികം ഞാനിവിടെ ഈ ക്ലാസ് തുടരും. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആയിരങ്ങളെ ശിവനെ അറിയട്ടെ, നമ്മുടെ കർത്താവ് വരാറായി. ഒരുങ്ങാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.